അനാൻഷ സ്റ്റോറി നോക്കണം. അനാൻഷന്റെ സ്റ്റോറി എന്താണ്? അനാൻഷന്റെ സ്റ്റോറി എനിക്ക് എന്താടാ ഒരു അളക്കാം. ഒപ്പം നമ്മളെ കൂടെ ഒരു ഫുഡും കഴിക്കാം. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും വായോ. ബ്രോ ക്യാൻ യു ബിലീവ് ദിസ്? നമ്മള് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവം നമ്മള് സ്റ്റേജിൽ അനാൻഷാൻ സ്റ്റേജ് ഷെയർ ചെയ്യുന്നു. ബ്രോ അത് ഫെജോ അനാൻഷ നാളത്തെ പരിപാടി തിരുമാലി കണ്ടു കേട്ടോ. ടെൻഷൻ മീൻസ് അത്ര ടെൻഷൻ ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ എ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാൻ അത് ചെയ്തെന്നും പറഞ്ഞ് നിൽക്കാം, ഞാൻ അത് പറഞ്ഞെന്നും പറഞ്ഞ് നിൽക്കാം. ഇപ്പൊ ഇവര് AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് എക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്ട് ഉണ്ട്. എല്ലാവരുടെ ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിന്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിന്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലല്ല നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണോ എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്.